إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إنما يوفى الصابرون أجرهم بغير حساب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി. ഏകദേശം രണ്ടാമത്തെ ഒരു വെള്ളിയാഴ്ചയിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. വിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിക്കൊണ്ട് നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ ദിക്റുകളും ദുആകളിലുമെല്ലാം മുഴുകിയവരാണ് നമ്മൾ അധിക പേർ ആളുകളും. നാം വിശുദ്ധ റമദാൻ നമ്മൾ ഇന്ന് വിട പറയുമ്പോൾ, വിട പറഞ്ഞു കഴിഞ്ഞിട്ട് നാം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ആ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ റമദാനിൽ അനുഷ്ഠിച്ച നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിക്കൊണ്ട് നിസ്കരിച്ച ഖിയാമുൽ ലൈലും തറാവീഹും അതുപോലെ തന്നെ മറ്റുള്ള വിശുദ്ധ ഖുർആൻ പാരായണവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ അവർ വിശുദ്ധ റമദാൻ അവരിൽ നിന്ന് വിട പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞങ്ങൾ ഈ വിശുദ്ധ റമദാനിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു നീ സ്വീകരിക്കണമേ എന്ന് അവർ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അത്രയേറെ ഭയമായിരുന്നു അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൽപ്രവർത്തനങ്ങൾ, ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പും മറ്റു കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. നമുക്ക് സലഫുകളുടെ ചരിത്രം എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്, നാം ഒന്ന് ആലോചിക്കേണ്ടത്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് അല്ലാഹു എൻ്റെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്.
അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശ്വാസിക്ക് റമളാനിൽ അനുഷ്ഠിച്ച കർമ്മങ്ങൾ റമളാനിന് ശേഷവും തുടർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വ്യക്തിക്ക് അതിനുള്ള തൗഫീഖ് നൽകിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വളരെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സ്വീകരിച്ചതായിക്കൊണ്ടുള്ളൊരു അടയാളം കൂടിയാണ് അവൻ ആ ഒരു കർമ്മം, നിസ്കാരമാകട്ടെ, രാത്രിയിലുള്ള ഖിയാമുൽ ലൈലാകട്ടെ, അതല്ലെങ്കിൽ ദിക്റുകളാകട്ടെ, വിശുദ്ധ റമളാനിൽ അനുഷ്ഠിച്ച അല്ലെങ്കിൽ ഓതിത്തീർത്ത ഖത്മകളാകട്ടെ, അതെല്ലാം വീണ്ടും അവന് തുടർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നത് സ്വീകരിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അടയാളം കൂടിയാണ് അത് തുടർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നൊരു കാര്യം കൂടിയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് അത് ഏറ്റവും വളരെ കുറച്ചാണെങ്കിൽ കൂടിയും അതിൽ തുടർച്ചയുള്ള ദവാമുള്ള ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നാം 5 ബാച്ചും അതുപോലെ തന്നെ 10 ബാച്ചും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആ റമളാനിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകിയിട്ടില്ല. നമുക്ക് അല്ലാഹു ഉദ്ദേശിച്ച ഖൈർ അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ അറിയിച്ചിട്ടുള്ളത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകുമെന്ന് ആണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അവഗാഹം നൽകുക എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അവൻ സ്വരൂപിച്ച അറിവിനനുസൃതമായി കൊണ്ടുള്ള പ്രവർത്തനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമെന്നാണ്. നിസ്കരിക്കാൻ എങ്ങനെയാണ് നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാം പഠിച്ചിട്ടുണ്ട്, അല്ലാഹുവെ ദിക്ർ ചെയ്യാൻ നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആ പഠിച്ച അറിവുകൾ അത് കൃത്യമായ ആ സമയത്ത് തന്നെ പുലർത്തുവാൻ, അത് പകർത്തുവാൻ, അത് ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ ആ ഒരു അറിവ് അത് നാഫിയായ ഇൽമല്ല, അല്ലെങ്കിൽ അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് മഹാനായ പണ്ഡിതന്മാർ പറഞ്ഞത് യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാൾക്ക് ദീൻ അവഗാഹം നൽകുമെന്ന് പറഞ്ഞാൽ ആ പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു ഒരു വ്യക്തിക്ക് നൽകുമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേളയിലെല്ലാം റമളാനിന് ശേഷവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാനുള്ള തൗഫീഖ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതേറെ അത്യധികം ക്ഷമ നമുക്ക് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തിരുസുന്നത്തും പഠിപ്പിക്കുന്ന വളരെ മഹനീയമായൊരു ക്വാളിറ്റിയാണ് ക്ഷമ എന്നുള്ളത്. വിശുദ്ധ ഇസ്ലാം അത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ക്ഷമിക്കുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമയുടെ വിഷയത്തിൽ ധാരാളം വസിയത്തുകൾ നമുക്ക് നൽകിയതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഒരു സൽപ്രവർത്തനം ചെയ്യണമെങ്കിൽ, നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഇതര പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷമ എന്നുള്ളത് അത് അനിവാര്യമാണ്. അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ, ഇങ്ങനെ തുടങ്ങി ധാരാളം മേഖലകളിൽ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാമിനും ഈമാനിനും സംരക്ഷണം നൽകുന്ന ഒരു കവചമാണ് ക്ഷമ എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തായ സൂറത്തുൽ അസ്ർ അതുകൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വൽ അസ്ർ, കാലം തന്നെയാകുന്നു സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ചില വിഭാഗം ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ആരൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്?
ഒന്നാമതായിക്കൊണ്ട് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനനുസൃതമായി കൊണ്ടുള്ള അമലുസ് സാലിഹാത്തുകൾ സൽപ്രവർത്തനങ്ങൾ ഉണ്ടോ ആ ഒരു കൂട്ടം ആളുകളും, അതുപോലെ തന്നെ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഹക്കിന്റെ വിഷയത്തിൽ പരസ്പരം വസിയത്ത് നൽകുന്ന ആളുകളും, അതുപോലെ തന്നെ വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൈക്കൊള്ളുവാൻ പരസ്പരം വസിയത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള ആളുകളെല്ലാം നഷ്ടത്തിലാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്റിനെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം സൂറത്തുൽ അസ്റിനെ പറ്റി പറയുന്നുണ്ട്, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്ഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ഒരു സൂറത്തല്ലാതെ മറ്റൊരു സൂറത്തും ഇറക്കിയിട്ടില്ലെങ്കിൽ ഇത് മതിയാകുമായിരുന്നു അവർക്ക് എന്താണ് ഇസ്ലാമിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് ഈ ഒരു സൂറത്ത് മതിയായതായിരുന്നു എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. കാരണം അത്രയേറെ ആശയം ഉൾക്കൊള്ളുന്നൊരു സൂറത്താണ് സൂറത്തുൽ അസ്ർ എന്നുള്ളത്. കാരണം സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിലെല്ലാം പല ആളുകളും ജീവിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് അവർക്ക് തിരിച്ചറിയുന്നില്ല. പല ആളുകളും ടെൻഷനിലാണ്, അതുപോലെ തന്നെ ഡിപ്രഷനിലാണ്. പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നു, ലഹരിയിൽ മുഴുകിക്കൊണ്ട് അവർ ആത്മഹത്യയുടെ വക്കിലോട്ട് പോകുന്നു. അതല്ലാത്ത ഒരു വിഭാഗം ആളുകൾ അവർക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയാതെ അങ്ങനെ ജീവിച്ചു പോയി ജീവിതം എന്നുള്ളത് കേവലം ഈ ഒരു ഭൗതികമായ ഈ ഒരു ലോകം മാത്രമാണെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കാപഢ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ കാപഢ്യത്തിൽ വീണുപോയ ചില ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലും നാളെ പരലോകത്ത് വിജയിക്കുവാൻ, അല്ലെങ്കിൽ നാളെ പരലോകമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമുണ്ട് എന്നും ആ സ്വർഗമാണ് എൻ്റെ ലക്ഷ്യമെന്നും അതിലെ ആ സ്വർഗം കരസ്ഥമാക്കുക എന്നും, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അക്രമികളായ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള അജണ്ടയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതാണ് ഒരു വിശ്വാസിക്ക് ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏത് അവസ്ഥകളിലും അവന് റബ്ബിങ്കിൽ വിശ്വാസം ഉണ്ടാകും, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകും. അതിൽ ക്ഷമിക്കുവാൻ അവനക്ക് സാധിക്കും. അല്ലെങ്കിൽ ആ ക്ഷമ അതിൽ ക്ഷമിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, ഇസ്ലാമിൽ നിലനിൽക്കുവാനുള്ള തൗഫീഖ് അത് നൽകിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ഷമയുടെ വിഷയത്തിൽ അത്രയേറെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമാണ് ക്ഷമ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലമാകുന്നു നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വബശ്ശിരിസ് സാബിരീൻ, നീ ക്ഷമാശീലർക്ക് പ്രവാചകനെ നീ സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ക്ഷമ എന്നുള്ളത് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ നാം വളർത്തിയെടുക്കേണ്ടുന്ന ഒരു സ്വഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്. നാളെ പരലോകത്തിന് വേണ്ടിക്കൊണ്ട് ക്ഷമിക്കുക, തിന്മയിൽ നിന്നും മറ്റുള്ള എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുവാൻ ക്ഷമ എന്നുള്ളത് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാൻ ക്ഷമ അനിവാര്യമാണ്. അങ്ങനെ തുടങ്ങി എല്ലാ ഘട്ടങ്ങളിലും ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും മുൻകാല അമ്പിയാക്കളുമെല്ലാം ക്ഷമിക്കുന്ന ആളുകൾക്ക് ഉത്തമമായ മാതൃകയായിരുന്നു മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങളും അമ്പിയാക്കളും. അവർ അവരുടെ ജീവിതത്തിൽ അത്രയേറെ ത്യാഗങ്ങൾ അനുഭവിച്ചവരായിരുന്നു മഹാന്മാർ അമ്പിയാക്കളെല്ലാം. മഹാനായ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹം 950-ലധികം വർഷം അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് അദ്ദേഹം ക്ഷമ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എത്രമാത്രം ഉപദ്രവമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ദഅവത്തിന്റെ പേരിൽ, അവിടുന്ന് കുടുംബത്തിന്റെ പേരിൽ മഹാനായ പ്രവാചകനെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ അവിടുന്ന് ത്വായിഫിലോട്ട് പോകുന്ന വേളയിൽ, അവിടുന്ന് മടങ്ങുന്ന വേളയിൽ മഹാനായ പ്രവാചകന്റെ അംഗങ്ങൾ മഹാനായ പ്രവാചകനെ ഉപദ്രവിച്ചിട്ട് പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ക്ഷമിച്ചു നിന്നു എന്നുള്ളത് മഹാനായ പ്രവാചകന്റെ ക്ഷമക്കുള്ള ഉത്തമമായ മാതൃകയാണ്. അതുപോലെ തന്നെയാണ് മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കുന്ന ആളുകൾക്കുള്ള
അവരുടെ മാതൃക നമുക്ക് കാണുവാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹാനായ ഈ ഒരു മാതൃക നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാക്കൾ ക്ഷമയെ 3 ആയിക്കൊണ്ട് നമുക്ക് തരംതിരിച്ച് നൽകുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ എന്നുള്ളത്. നമുക്കറിയാം ക്ഷമ എന്നുള്ളത്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ദുആ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കണം. നമ്മുടെ ക്ഷമ എന്നുള്ളത് അനിവാര്യമാണ്. കാരണം നമ്മുടെ ഹൃദയത്തെ മറ്റുള്ള ഇതര പ്രവർത്തനങ്ങളിൽ നിന്ന്, ഇതര നമ്മുടെ കാര്യങ്ങളിൽ നിന്നെല്ലാം പിടിച്ചു വെച്ച് അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് മാത്രം ഒഴിഞ്ഞിരുന്ന് നമ്മുടെ കണ്ണുകൾ അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് നിലന്ന് അള്ളാഹുവോട് കൈകൾ ഉയർത്തി അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് അള്ളാഹുവോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുന്ന ആളുകൾക്കേ സഹോദരങ്ങളെ സാധിക്കുകയുള്ളൂ. രാത്രി എല്ലാവരും ഉറങ്ങുന്ന വേളയിൽ അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ഒരാൾ നിന്ന് നിസ്കരിക്കുന്നു എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അള്ളാഹു ക്ഷമിക്കുവാനുള്ള തൗഫീക്ക് നൽകിയിട്ടുണ്ട്. കാരണം മറ്റുള്ള ആളുകൾ ആരും കാണാതെ അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് നിസ്കരിക്കാൻ, ആ ത്വാഅത്ത് ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ക്ഷമ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ക്ഷമയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രാത്രി തൻ്റെ കാലിൽ നീര് കെട്ടി നിസ്കരിക്കുന്ന ഒരു വേള മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകനെ, അങ്ങ് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണല്ലോ, എന്നിട്ടും അങ്ങ് എന്തിനാണ് ഇത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്നുള്ളത് അഫലാ അകൂന അബ്ദൻ ശകൂറ, അല്ലയോ ആയിഷ, ഞാൻ അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ഒരു നന്ദിയാർന്ന അടിമയാകണ്ടേ എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് തിരിച്ചു നൽകുന്ന മറുപടി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ എന്നുള്ളത് അനിവാര്യമാണ്. അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, നിസ്കരിക്കണമെങ്കിൽ റമളാനിന് ശേഷവും അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ശേഷം ദുഹർ നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തിബുകൾ അത് നമുക്ക് പതിവാക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ക്ഷമ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ത്വാഅത്ത് ചെയ്യുവാനുള്ള ക്ഷമ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്ന ക്ഷമയാണ് അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനോട് തിന്മ ചെയ്യുന്ന വിഷയത്തിലുള്ള ക്ഷമ എന്നുള്ളത്. നമുക്കറിയാം, ക്ഷമിക്കുമ്പോൾ ഹറാമായ കാര്യങ്ങളിൽ നിന്ന്, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ക്ഷമ അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കരുത് എന്ന് പറഞ്ഞ കാര്യം നോക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ കാര്യം ഭക്ഷിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇതെല്ലാം ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ, വിട്ടുനിൽക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമ എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വെക്കുവാൻ പണ്ഡിതന്മാർ ക്ഷമയുടെ താരീഫായിക്കൊണ്ട്, ക്ഷമയുടെ നിർവചനമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് ഹബ്സു ശൈഇ അനിൽ അഷ്യാ, ഒരു കാര്യത്തെ തൊട്ട് ഹൃദയത്തെ പിടിച്ചു വെക്കുക, ആ തിന്മയെ തൊട്ട് ഹൃദയത്തെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ ക്ഷമയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തിന്മ ചെയ്യുന്ന വിഷയത്തിൽ സഹോദരങ്ങളെ, ആ തിന്മയിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ഞാൻ ആ തിന്മ ഉപേക്ഷിക്കുന്നു എന്നുണ്ടെങ്കിലാണ് അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്, തിന്മ ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവെ അനുസരിക്കുവാൻ, അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ക്ഷമിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നു അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അത്രയേറെ വലിയ ക്ഷമയുടെ ഏറ്റവും ഉന്നതമായൊരു ഏരിയയാണ് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ക്ഷമ എന്നുള്ളത്, അള്ളാഹു നമുക്ക് വിധിച്ചതിലുള്ള ക്ഷമ എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കൽ മഹാനായ പ്രവാചകന്റെ അടുക്കലോട്ട് അൻസാരികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മഹാനായ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് എന്ത് ഇസ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഅതാഹും, അൻസാരികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകനെ, ഞങ്ങൾക്ക് വല്ലതും തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകനോടുക്ക്
പ്രവാചകർക്ക് ഉള്ളത് എന്താണോ അത് മഹാനായ പ്രവാചകർക്ക് അവർക്ക് നൽകുകയുണ്ടായി. വീണ്ടും അവർ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, പ്രവാചകനെ വല്ലതും തരുമോ? വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തു. എന്നിട്ട് മഹാനായ പ്രവാചകന്റെ അടുക്കലുള്ളത് തീരുന്നതുവരെ മഹാനായ പ്രവാചകൻ കൊടുത്തതിന് ശേഷം മഹാനായ പ്രവാചകൻ അവിടുന്ന് പറയുകയുണ്ടായി, വമാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഹുവ ഖൈറുൻ വഔസഉ മിനസ് സബ്രി. ഒരു വ്യക്തിക്ക് നൽകപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമാകുന്നു, അവന് ഏറ്റവും വിശാലമുള്ളതാകുന്നു, ഖൈറായതാകുന്നു അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകുക എന്നുള്ളത്. അത്രയേറെ ധനമോ അല്ലെങ്കിൽ സമ്പത്തോ ഒന്ന് കിട്ടുന്നതിലപ്പുറം ഒരു വിശ്വാസിക്ക് ഏറ്റവും ഖൈറായതാകുന്നു അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുവാനുള്ള തൗഫീഖ് അവൻ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സാമ്പത്തികമായ രംഗത്താകട്ടെ അല്ലെങ്കിൽ മാനസികമായി കൊണ്ടുള്ള നമ്മുടെ അവസ്ഥകളിലാകട്ടെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിധിയിലുള്ള വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ആളുകളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചില പരീക്ഷണങ്ങൾ മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചാൽ അവർ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിതാ നിന്ദിച്ചിരിക്കുന്നു, അല്ലാഹു ദാ ഞങ്ങളെ നിന്ദിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിലൂടെ പറയുന്നു, فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് അവരെ പരീക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് വല്ലതും ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ, അവരെ ആദരിച്ചാൽ അവർ പറയും, ഫയഖൂൽ അല്ലാഹു അവർക്ക് അനുഗ്രഹങ്ങൾ നൽകി അവർ പറയും, ഫയഖൂലു റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് ദാ എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് ആ വിഭാഗം ആളുകൾ തെറ്റിദ്ധരിച്ച് പറയുമെന്നാണ്. എന്നാൽ വേറെ വിഭാഗം ആളുകൾ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗം ആളുകളുടെ റിസ്ഖ് ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുസാക്കി കളഞ്ഞാൽ ആ വിഭാഗം ആളുകൾ പറയും, ഫയഖൂലു റബ്ബി അഹാനൻ, എൻ്റെ റബ്ബ് ദാ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് ആ ഒരു വിഭാഗം ആളുകൾ പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കാനാണ്. അള്ളാഹുവിന് ഒന്ന് ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിനെ ഞാൻ മറക്കുന്നില്ല എന്നുള്ള ബോധ്യം അത് ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സാമ്പത്തികമായ ഉന്നതി അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്, എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കുകയാണ്, അവന് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ടോ, അവൻ്റെ റബ്ബ് അവനെ മറന്നിട്ടില്ല, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ ഇകയറ്റുന്ന അള്ളാഹുവിനെ പഴിചാരുന്ന എന്തെങ്കിലും വാക്കുകളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ അവൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകുന്നത് എന്നുള്ള ബോധം ആ ഒരു അടിമക്ക് അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിലേ ഈ ഒരു രണ്ട് അവസ്ഥയിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിജയിക്കുവാൻ, അത്തരത്തിൽ ആ ഒരു അവസ്ഥകളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തരത്തിൽ ഈ ഒരു 3 ക്ഷമയുടെ ഇനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലഹുൽ ഹംദുൽ ഹസൻ والثناء الجميل واشهد ان لا اله الا الله وحده لا شريك له يقول الحق وهو يهدي السبيل واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله واصحابه اجمعين اما بعد فاتقوا الله يا عباد الله. ഇസ്ലാം സബറിനെ ക്ഷമക്ക് നൽകുന്ന ഫള് ഇത്രയേറെ മഹത്തരമാണ് എന്നാണ് നാം പരിചയപ്പെട്ടത്. പണ്ഡിതന്മാർ ക്ഷമയെ 3 വിഭജിച്ചു എന്നും ആ ഒരു 3 വിഭാഗം ക്ഷമ, 3 ഇനം ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും സന്തോഷത്തിൻ്റെയും
സങ്കടത്തിൻ്റെയും തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും നാം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹക്കിൽ നിലകൊള്ളുവാൻ നാം ക്ഷമിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മുൻകാല സമൂഹങ്ങളിൽപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കഥ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരിക്കൽ മഹാനായ പ്രവാചകൻ അവിടുന്ന് ഹദീസിലൂടെ നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. നിങ്ങളുടെ മുമ്പുള്ള ഒരു വിഭാഗം ആളുകളിൽ ഒരു പുരോഹിതൻ്റെ സംഭവം മഹാനായ പ്രവാചകൻ അവിടുന്ന് സുദീർഘമായ ഒരു ഹദീസിലൂടെ അറിയിച്ചു നൽകുന്നുണ്ട്. ഒരു പുരോഹിതനായ ഒരു വ്യക്തിയിലൂടെ ഒരു ചെറിയ ഒരു കുട്ടി സത്യം മനസ്സിലാക്കിയ സത്യത്തിൽ ക്ഷമിച്ചുകൊണ്ട് നിലകൊണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കുട്ടിയെ കൈവിടാതെ അവിടുത്തെ രാജാവ് ആ ഒരു കുട്ടിയെ കൊല്ലുവാൻ വേണ്ടിക്കൊണ്ട് വധിക്കുവാൻ വേണ്ടിക്കൊണ്ട് വിവിധ തരം പരിശ്രമിച്ച് ആ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിക്കൊണ്ട് ചില ആളുകളെ അടുക്കൽ കടലിലോട്ട് അയച്ചു, മലയുടെ മുകളിലോട്ട് അയച്ചു. അതുപോലെ തന്നെ തുടർന്ന് ധാരാളം സ്ഥലത്തോട്ട് ആ ഒരു കുട്ടിയെ വധിക്കാൻ വേണ്ടിക്കൊണ്ട് അയക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ അള്ളാഹു ഏകനാക്കിയതിൻ്റെ പേരിൽ അങ്ങനെ അതിലൊന്നും ആ ഒരു രാജാവിന് ആ ഒരു കുട്ടിയെ വധിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ആ ഒരു രാജാവ് ആ ഒരു കുട്ടിയുടെ കാര്യം തിരക്കി. ആ ഒരു കുട്ടി അവസാനം രാജാവിനോട് കൽപ്പിച്ചു, നിങ്ങളെല്ലാ ഈ ഒരു സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അമ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ വധിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ അമ്പ് ചെയ്യുകയും ഇത് കണ്ട് ആ സമൂഹത്തിലെ എല്ലാ ആളുകളും ഇസ്ലാം സ്വീകരിച്ച് അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു രാജാവ് അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട് അവിടെ വലിയൊരു കുഴിയുണ്ടാക്കി ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവിടെയുള്ള എല്ലാ ആളുകളെയും ആ ഒരു തീകുണ്ടാരത്തിലോട്ട് ചാടുവാൻ വേണ്ടിക്കൊണ്ട് കൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. അങ്ങനെ ഈ രംഗത്തിൽ അവിടുത്തെ ആളുകളെല്ലാം ആ ഒരു കുഴിയിലോട്ട് ചാടുമ്പോൾ അവസാനം ചാടുന്നൊരു വേളയിൽ ഒരു ഉമ്മയും ഒരു കുട്ടിയുടെയും സംഭവം മഹാനായ പ്രവാചകൻ ഇവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ മുലകൂടി പ്രായമുള്ള ഒരു കുട്ടി ആ ഒരു തീക്കുണ്ടാരത്തിലോട്ട് ചാടാൻ നിൽക്കുന്ന ഒരു വേളയിൽ ആ ഉമ്മ വ്യസനിച്ചൊരു വേളയിൽ ആ ഒരു കുട്ടി സംസാരിച്ചു കൊണ്ട് ഉമ്മയോട് പറയുന്നുണ്ട്, യാ ഉമ്മി ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖ്. അല്ലയോ ഉമ്മ, നിങ്ങൾ ക്ഷമിക്കുക, കാരണം നിങ്ങൾ ഹക്കിലാണ് നിലകൊള്ളുന്നത് എന്ന് മഹാനായ ആ ഒരു കുട്ടി ആ ഒരു ഉമ്മയോട് പറയുന്ന ഒരു രംഗമുണ്ട്. തീയിലോട്ട് ചാടുന്നൊരു വേളയിൽ ആ ഒരു കുട്ടി സംസാരിച്ചു കൊണ്ട് ആ ഉമ്മയോട് പറയുകയാണ്, ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖി, നിങ്ങൾ ഹക്കിൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മയോട് ക്ഷമിക്കാൻ വേണ്ടിക്കൊണ്ട് ആ ഒരു കുട്ടിയെ പറയുന്നൊരു രംഗമുണ്ട്. മഹാനായ പ്രവാചകൻ ഈ ഒരു സുദീർഘമായ ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹക്കിൽ നിലകൊള്ളുവാൻ അങ്ങേയറ്റം പരസ്പരം വസിയത്തുകൾ നാം ചെയ്യേണ്ടതും ഉപദേശിക്കേണ്ടതുണ്ട്. സബർ ചെയ്യുവാൻ ദഅവത്തിന്റെ രംഗത്തിൽ സബർ ചെയ്യുവാൻ നാം പരസ്പരം വസിയത്ത് ചെയ്യേണ്ടതുണ്ട്, ഉപദേശിക്കേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ള ഹദീസാണ്, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. അല്ലയോ നിങ്ങൾ ഫിത്ന പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അമൽ കൊണ്ട് മുന്നേറുവിൻ എന്ന് മഹാനായ പ്രവാചകൻ അവിടുന്ന് അറിയിച്ചു നൽകുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ കയുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ, പ്രഭാതത്തിൽ വിശ്വാസിയായ വ്യക്തി പ്രദോഷമാകുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും കാഫിറായ ഒരു അവസ്ഥയുണ്ടാകുന്ന ഒരു വേളയിൽ, അതല്ലെങ്കിൽ പ്രദോഷത്തിൽ വൈകുന്നേരം വിശ്വാസിയായ വ്യക്തി പ്രഭാതമാകുമ്പോഴേക്കും അവിശ്വാസിയാകുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് നിങ്ങൾ അമൽ സ്വാലിഹാത്ത് കൊണ്ട് മുന്നേറുവിനെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത്തരത്തിൽ അമൽ സ്വാലിഹാത്തുകൾ നാം മുന്നേറേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ അവിടുന്ന് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ മഹാനായ പ്രവാചകൻ എവിടുന്ന് എണ്ണുന്നുണ്ട്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹ്. അല്ലാഹുവിന്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഒരു രംഗത്ത് 7 വിഭാഗം ആളുകളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുമ്പോൾ ഈ ഒരു 7 വിഭാഗം ആളുകൾക്കും അവർ ഉൾക്കൊള്ളുന്ന 7 വിഭാഗം ആളുകൾക്ക് മഹാനായ പ്രവാചകൻ എണ്ണിയ 7 വിഭാഗം ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന ഒരു ക്വാളിറ്റിയാണ് ക്ഷമ എന്നുള്ളത്. ഒന്നാമതായി കൊണ്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞത്, ഇമാമുൻ ആദിലുൻ,
നീതിമാനായ ഭരണാധികാരിക്ക് അത്തരം നീതിബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്ഷമിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിക്കണം. എങ്കിലേ അദ്ദേഹത്തിന് ഒരു ഇമാമുൻ ആദിലാകുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു യുവാവ് അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ഇബാദത്തിൽ മുഴുകുന്നൊരു യുവാവ്, ആ ഒരു വ്യക്തിക്കും അള്ളാഹുവിൽ ഒരു യുവത്വം തൻ്റെ അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ചെലവാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു യുവാവിന് തൻ്റെ യുവത്വം അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ചെലവാക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ 7 വിഭാഗം ആളുകൾക്കും അള്ളാഹുവിലുള്ള ക്ഷമയാണ് സഹോദരങ്ങളെ അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ അവർക്ക് അള്ളാഹു നൽകുവാനുള്ള കാരണം കൂടിയായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മുടെ എല്ലാവിധ ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം അള്ളാഹുവിനോടുള്ള ക്ഷമ അത് നാം നിറവേറ്റേണ്ടതുണ്ട്. അള്ളാഹു ആരാധിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഇതിൻ്റെ റബ്ബിന് വേണ്ടിക്കൊണ്ടുള്ളതാണ് എന്നുള്ള ബോധത്തിൽ നാം ക്ഷമിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു തിന്മ ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ റബ്ബിന് വേണ്ടിക്കൊണ്ടാണ് ഞാൻ ഈ തിന്മ ഉപേക്ഷിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് ക്ഷമിക്കാൻ വേണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു വ്യക്തി പറയുന്നത് കൊണ്ട് കേൾക്കാൻ സാധിക്കുകയുണ്ടായി. ഒരു സഹോദരനായ ഒരു സൗദി വ്യക്തി, അദ്ദേഹം വളരെ കോടീശ്വരനായ ഒരു വ്യക്തിയായിരുന്നു, വളരെ സമ്പത്തുള്ള, അത്രയേറെ സമ്പാദ്യമുള്ളൊരു വ്യക്തി. വളരെ പെട്ടെന്ന് എന്തോ ദൗർഭാഗ്യവശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ മുഖാന്തരം അങ്ങേയറ്റത്തെ പാപ്പരത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ 2 കൈകളും പോയി. എന്നിട്ടും അദ്ദേഹത്തിനോട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഈമാൻ മൂലം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്ക് ഇതെങ്കിലും നൽകിയല്ലോ, അൽഹംദുലില്ലാ എന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിലുള്ള ഈമാനിൻ്റെ ദൃഢതയാണ് സഹോദരങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ എൻ്റെ റബ്ബ് എന്നെ മാത്രം പരീക്ഷിക്കുന്നു, എൻ്റെ റബ്ബ് എനിക്ക് മാത്രം രോഗം നൽകുന്നു, എൻ്റെ റബ്ബ് എനിക്ക് മാത്രം ഇത്തരത്തിലുള്ള അവസ്ഥകൾ നൽകുന്നു എന്ന് പഴിചാരുന്ന, അതല്ലെങ്കിൽ ക്ഷമിക്കുവാൻ സാധിക്കാത്ത രംഗം നമുക്കുണ്ടാകുവാൻ പാടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സ്വഹാബിയായ ഒരു വനിതയെ തൻ്റെ മരണപ്പെട്ട മകൻ്റെ ഖബറിൻ്റെ അടുക്കൽ കരയുന്നതായി കൊണ്ട് കണ്ടപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത്തഖില്ലാഹ വസ്ബിരി, നീ അല്ലാഹുവെ സൂക്ഷിക്കുക, ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോൾ വമാ തുബാലി അൻത മുസീബത്തി, അല്ലയോ പ്രവാചകനെ എൻ്റെ മുസീബത്ത് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകനെ അറിയാതെ ഒരു വ്യക്തി, ആ ഒരു സഹാബി വനിത പ്രവാചകനോട് അല്പം ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ, വളരെ കോപത്തിലായ അവസ്ഥയിൽ പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ അവിടുന്ന് പറയുന്നുണ്ട്, ഫഖാല ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ, ക്ഷമ എന്നുള്ളതിൻ്റെ ആദ്യപടിയിലാണ് ക്ഷമ എന്നുള്ളത്. അതല്ലാതെ എല്ലാം കഴിഞ്ഞ് അള്ളാഹുവെ ബൈജാരി, ഇസ്ലാമിനെ ബൈജാരി, അതല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള എല്ലാ ഘടകങ്ങളും കഴിഞ്ഞ് അവസാനം ക്ഷമിക്കുക എന്നുള്ളതല്ല, മറിച്ച് ക്ഷമയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ പ്രതിഫലവും അതുപോലെ തന്നെ അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുവാൻ കാരണമാവുക എന്നുകൂടി നാം തിരിച്ചറിയുക. അത്തരത്തിൽ ആ ക്ഷമ കൈക്കൊള്ളുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുവാനും അവന് വേണ്ടിക്കൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള ക്ഷമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا تقبل دعاءنا وصلاتنا وقيامنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.